നമസ്കാരം. പ്രസ് പോർട്ടലിലേക്ക് സ്വാഗതം. ഹിസ്ബുള്ളയ്ക്കെതിരെ സമാനതകളില്ലാത്ത ആക്രമണം തുടരുകയാണ് ഇസ്രായേലി സേന. ഹിസ്ബുള്ളയുടെ ശക്തി കേന്ദ്രങ്ങളായ തെക്കൻ ലബനനിലെ ആയുധ സംഭരണശാലകളും മിസൈൽ കേന്ദ്രങ്ങളും അതുപോലെ തന്നെ റോക്കറ്റ് ലോഞ്ചിങ് സ്റ്റേഷനുകളും നിരന്തരമായി ആക്രമിക്കുന്നു. കഴിഞ്ഞ മണിക്കൂറുകളിൽ മാത്രം ഹിസ്ബുള്ളയുടെ 80 കേന്ദ്രങ്ങളിലേക്കാണ് ഇസ്രായേലിൻ്റെ ഫൈറ്റർ ജെറ്റുകൾ ബോംബുകൾ വർഷിച്ചത്. അതേസമയം പുതിയ ചില മാറ്റങ്ങളും പശ്ചിമേഷ്യയിൽ രൂപപ്പെട്ടു വരുന്നു. ഇസ്രായേലിനെതിരെ കൂടുതൽ ഇസ്ലാമിക രാജ്യങ്ങൾ, അതായത് ഇസ്ലാമിക തീവ്രവാദ സംഘടനകൾ ആക്രമണത്തിന് തുനിയുന്നു എന്നുള്ളതാണ് ഏറ്റവും പുതിയ ഡെവലപ്മെന്റ്. ഹൂതികളുടെ ബാലിസ്റ്റിക് മിസൈൽ ഇസ്രായേലിന് നേരെ ഇന്ന് തൊടുത്തുവിട്ടു എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. ടെൽ അവീവിനെ ലക്ഷ്യമാക്കിയാണ് ഹൂതികൾ ഇന്ന് പുലർച്ചെ ബാലിസ്റ്റിക് മിസൈൽ അയച്ചത്. ബാലിസ്റ്റിക് മിസൈൽ മാത്രമല്ല, ഡ്രോൺ ആക്രമണവും യമനിൽ നിന്നുണ്ടായി എന്ന് IDF സ്ഥിരീകരിക്കുന്നു. 220 കിലോമീറ്റർ താണ്ടി വന്ന അതിമാരക പ്രഹരശേഷിയുള്ള ബാലിസ്റ്റിക് മിസൈലിനെ ഇസ്രായേലിൻ്റെ പ്രതിരോധ സംവിധാനം ഇന്റർസെപ്റ്റർ തകർത്തതായി IDF പറയുന്നു. എന്നാൽ ഇസ്രായേലിനുള്ളിൽ ബാലിസ്റ്റിക് മിസൈല് നാശനഷ്ടമുണ്ടാക്കിയെന്നാണ് ഹൂതികളുടെ അവകാശവാദം. ബാലിസ്റ്റിക് മിസൈൽ മാത്രമല്ല, ഡ്രോണുകളും ഇസ്രായേലിലേക്ക് അയച്ചുവെന്നും ഇസ്രായേലിനുള്ളിൽ ഡ്രോണുകൾ പ്രഹരമുണ്ടാക്കിയെന്നും ഹൂതികൾ അവകാശപ്പെടുന്നു. 2200 കിലോമീറ്റർ സഞ്ചരിച്ചെത്താൻ തക്ക കഴിവുള്ള ഡ്രോണുകളാണോ ഹൂതികൾ ഉപയോഗിച്ചത് എന്ന തരത്തിൽ അന്താരാഷ്ട്ര തലത്തിൽ ചർച്ചകൾ നടക്കുന്നുണ്ട്. എന്നാൽ റഷ്യ നിർമ്മിച്ചു നൽകിയ ഏറ്റവും ആധുനിക ഡ്രോണുകളാണ് ഹൂതികൾ ഉപയോഗിച്ചത് എന്ന് യുദ്ധ ലേഖകന്മാർ തന്നെ വിലയിരുത്തുന്നുണ്ട്. ഒരു കാര്യം വ്യക്തമാണ്, ഇസ്രായേലിനെതിരെ കൂടുതൽ ഇസ്ലാമിക രാജ്യങ്ങൾ പശ്ചിമേഷ്യയിൽ യുദ്ധരംഗത്തിറങ്ങുന്നു. ഹിസ്ബുള്ളയെ അടിച്ചപ്പോൾ, ഹിസ്ബുള്ളയുടെ ശക്തി കേന്ദ്രങ്ങളിൽ നല്ല പ്രഹരം കൊടുത്തപ്പോൾ ഹൂതികൾ കൂടി ഹിസ്ബുള്ളയ്ക്ക് പിന്തുണയുമായി പശ്ചിമേഷ്യയിൽ വരികയാണ്. ഇറാന്റെ ആയുധ സംഭരണശാലകളിൽ നിന്ന് ഇറാന്റെ അനവധി ആയുധങ്ങൾ ഹിസ്ബുള്ളയുടെ ആയുധപ്പുരകളിലേക്ക് എത്തുന്നു. ഹിസ്ബുള്ളയ്ക്ക് ആവശ്യമായ ആയുധങ്ങൾ ഇറാൻ കൊടുത്തുകൊണ്ടേയിരിക്കുന്നു. ഇപ്പോൾ ഇതാ പുതിയൊരു കരാർ തന്നെ രൂപപ്പെട്ടു എന്നുള്ള വാർത്തകൾ അന്താരാഷ്ട്ര മാധ്യമങ്ങൾ പുറത്തുവിടുകയാണ്. അതായത് അതിനൂതനമായ മിസൈലുകളും ഡ്രോണുകളും റഷ്യ നൽകുന്നു ഹൂതികൾക്കും ഹിസ്ബുള്ളയ്ക്കും. ഈ കരാറിൽ ഇടനിലക്കാരായി നിൽക്കുന്നത് ഇറാനാണ്. ഏറ്റവും വലിയ ശത്രുവായ ഇസ്രായേലിനെ തകർക്കാൻ വേണ്ടി ഇറാന്റെ കുബുദ്ധി പശ്ചിമേഷ്യയിൽ പ്രവർത്തിക്കുന്നു. ഒരു ശിഖണ്ഡിയെപ്പോലെ നേരിട്ട് ഇസ്രായേലോട് ഏറ്റുമുട്ടാൻ നട്ടലില്ലാത്ത ഇറാൻ പിന്നിൽ നിന്ന് കളിക്കുകയാണ്. ഹിസ്ബുള്ളയ്ക്കും ഹൂതികൾക്കും ആവശ്യമായ ആയുധങ്ങൾ നൽകിക്കൊണ്ട് അവരെ കൊണ്ട് ഇസ്രായേലിനെതിരെ നിരന്തരം ആക്രമണം നടത്തുന്നു. നമുക്കറിയാം, കഴിഞ്ഞ 1 വർഷത്തിലധികമായി ഹമാസ് എന്ന് പറയുന്ന ഭീകര സംഘടനയ്ക്കെതിരെ യുദ്ധം തുടരുകയാണ് ഇസ്രായേൽ. ഗാസയിൽ 1 വർഷം നീണ്ട യുദ്ധത്തിന് ഒടുവിലാണ് ഇപ്പോൾ ആ യുദ്ധം നടന്നുകൊണ്ടിരിക്കെ തന്നെ ഹിസ്ബുള്ള എന്ന ഭീകര സംഘടനയുടെ ഭീകര പ്രവർത്തനത്തിനെതിരെ അതിരൂക്ഷമായ ആക്രമണം ഇസ്രായേൽ ആരംഭിച്ചത്. ഹിസ്ബുള്ളയുടെ ആയുധ സംഭരണശാലകളിൽ കനത്ത നാശനഷ്ടമുണ്ടാക്കാൻ ഹിസ്ബുള്ളയ്ക്ക് കഴിഞ്ഞു. ഈ ഘട്ടത്തിലാണ് ഹിസ്ബുള്ളയെ പിന്തുണച്ചുകൊണ്ട് ഹൂതികൾ വരുന്നത്. കഴിഞ്ഞ ദിവസം ഇറാഖിൽ നിന്ന് ഒരു മിസൈൽ ആക്രമണം ഇസ്രായേലിന് നേരെ ഉണ്ടായിരിക്കുന്നു. അപ്പോൾ ഒരു ഭാഗത്ത് ഇസ്രായേൽ മാത്രം, ഒരു കുഞ്ഞൻ രാജ്യം മാത്രം, മറുഭാഗത്ത് ഹമാസ്, ഹിസ്ബുള്ള, ഹൂതികൾ, സിറിയ, യമൻ, അതുപോലെ ഇറാൻ അടക്കമുള്ള ആളുകളും. ഇത് പശ്ചിമേഷ്യയിലെ അറബ് തീവ്രവാദത്തിനെതിരെ, ഇസ്ലാമിക ഭീകരവാദത്തിനെതിരെയുള്ള പോരാട്ടമാണെന്ന് ഇസ്രായേൽ പറയുന്നു. അതുകൊണ്ട് തന്നെ ഏറ്റവും പുതിയ ഒരു പ്രസ്താവന ബെഞ്ചമിൻ നെതന്യാഹുവിൻ്റെ ഭാഗത്തുനിന്ന് വരുന്നു. ഇത് ഒരു ഭാഗത്ത് സത്യവും മറുഭാഗത്ത് ഭീകരവാദവും ചേർന്നുള്ള ഒരു യുദ്ധമാണ്. ഈ യുദ്ധത്തിൽ നിന്ന് ഞങ്ങൾക്ക് പിന്നോട്ട് പോകാൻ കഴിയില്ല. കാരണം ഞങ്ങളൊരല്പം പിന്നോട്ട് പോയാൽ ഞങ്ങളുടെ ജനതയുടെ ജീവൻ അപകടത്തിലാകും. അതുമാത്രവുമല്ല, സത്യം തോൽക്കും. അതുകൊണ്ട് തന്നെ ട്രൂത്തിന് വേണ്ടി, സത്യത്തിന് വേണ്ടിയുള്ള പോരാട്ടം ഞങ്ങൾ നടത്തുക തന്നെ ചെയ്യുമെന്ന് ബെഞ്ചമിൻ നെതന്യാഹു വ്യക്തമാക്കുന്നു. ഇപ്പോൾ ഏറ്റവും പുതിയ ചില വാർത്തകൾ വരുന്നത് ഇസ്രായേലിൻ്റെ വ്യോമ മേധാവിയുടെ ഒരു പ്രസ്താവനയാണ്. ഇസ്രായേൽ എയർഫോഴ്സ് അംഗങ്ങളെ അഭിസംബോധന ചെയ്തുകൊണ്ട് ഇസ്രായേലിൻ്റെ വ്യോമ സേനാ മേധാവി പറഞ്ഞിരിക്കുന്നു, ഇറാനിൽ നിന്ന് ഹിസ്ബുള്ളയ്ക്കുള്ള സൈനിക സഹായം റദ്ദാക്കുക, കട്ട് ചെയ്യുക എന്നുള്ളതാണ് അടുത്ത ഇസ്രായേലി സൈന്യത്തിൻ്റെ ലക്ഷ്യം.
ഇറാനിൽ നിന്ന് നേരത്തെ നിരവധി ആയുധങ്ങൾ ഹിസ്ബുള്ളയ്ക്ക് ലഭിച്ചിരുന്നു. ഇസ്രായേൽ ഹമാസ് യുദ്ധം നടക്കുന്ന കാലഘട്ടത്തിൽ പല സമയങ്ങളിലായി ടെഹ്റാനിൽ നിന്ന് ബെയ്റൂട്ടിലേക്ക് ഇറാന്റെ സൈനിക വിമാനങ്ങൾ ആയുധങ്ങളുമായി എത്തിയിരുന്നു. അന്ന് ഇറാൻ നൽകിയ ആയുധങ്ങൾ സംഭരിച്ചു വച്ചിരിക്കുകയാണ് ഹിസ്ബുള്ള. ഇസ്രായേലിനെ ആ ആയുധങ്ങൾ വെച്ചാണ് ഹിസ്ബുള്ള ഇപ്പോൾ ഇസ്രായേലിനെ ആക്രമിക്കുന്നത്. അതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു മിസൈൽ കഴിഞ്ഞ മണിക്കൂറുകളിൽ ഇന്നേ ദിവസം ഇസ്രായേലിനെതിരെ ഹിസ്ബുള്ള പ്രയോഗിച്ചു. ഫാദി മിസൈൽ. ആ ഫാദി മിസൈൽ അതീവ പ്രഹരശേഷിയുള്ളതാണ്, വലിയ തോതിൽ സ്ഫോടനം നടത്താൻ ശേഷിയുള്ളതാണ്. ഫാദി ഒന്നിന് 80 കിലോ സ്ഫോടക വസ്തുക്കൾ വഹിക്കാൻ ശേഷിയുണ്ട്. ഫാദി 2-ന് 170 കിലോ സ്ഫോടക വസ്തുക്കൾ വഹിക്കാൻ ശേഷിയുണ്ട്. 100 മുതൽ 120 കിലോമീറ്റർ വരെ റേഞ്ചിലെത്തി സ്ഫോടനം നടത്താൻ കഴിവുള്ള ഫാദി മിസൈലാണ് ഇപ്പോൾ ഹിസ്ബുള്ളയുടെ വജ്രായുധം. ആ ഫാദി മിസൈൽ ആയിരക്കണക്കിന് ഹിസ്ബുള്ളയുടെ ഭാഗത്തുണ്ട് എന്ന് യുദ്ധ വിദഗ്ധർ തന്നെ വ്യക്തമാക്കുന്നു. ഇസ്രായേലും അത്തരം കണക്കുകൂട്ടലാണുള്ളത്. എന്തായാലും ഫാദി മിസൈൽ ഉപയോഗിച്ചുകൊണ്ട് ഇസ്രായേലിന് പ്രഹരമേൽപ്പിക്കാനുള്ള ശ്രമം ഹിസ്ബുള്ള ആരംഭിച്ചു കഴിഞ്ഞിരിക്കുന്നു. എന്നാൽ ഇസ്രായേലിന്റെ അയൺ ഡോം സംവിധാനവും ഇന്റർസെപ്റ്ററും ഒക്കെ തന്നെ ഇതിനെ നിഷ്പ്രഭമാക്കിക്കൊണ്ടിരിക്കുകയാണ്. കേവലം 1-2 ആളുകൾക്ക് നേരിയ പരിക്കേറ്റു എന്നതൊഴിച്ചാൽ കഴിഞ്ഞ 24 മണിക്കൂറിലെ ഹിസ്ബുള്ളയുടെയും ഹൂതികളുടെയും ആക്രമണത്തിൽ ഇസ്രായേലിനൊന്നും സംഭവിച്ചില്ല. എന്നാൽ ഹിസ്ബുള്ളയുടെ ശക്തി കേന്ദ്രങ്ങളിൽ യമനിനുള്ളിൽ അതുപോലെ ലെബനനുള്ളിൽ കനത്ത പ്രഹരമേൽപ്പിക്കാൻ ഇസ്രായേലിന് കഴിഞ്ഞു എന്നുള്ളതാണ് പശ്ചിമേഷ്യയിൽ നിന്ന് വരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട യുദ്ധ റിപ്പോർട്ടുകൾ. നേരിനും നാടിനുമൊപ്പം എന്നും ഉണ്ടാകും പ്രസ് പോർട്ടൽ. പിന്തുണയ്ക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക.